ഗുഡ് മോർണിംഗ്. ഹലോ. എന്താ? ഞാൻ ഇന്ദ്രൻ. ഔട്ട് ഹൗസിൽ പുതിയതായിട്ട് താമസിക്കാൻ വന്ന. അല്ല, ഇന്നലെ പരിചയപ്പെടാൻ പറ്റിയില്ല. അതുകൊണ്ട് അതുകൊണ്ടൊന്നുമില്ല, ചുമ്മാ പരിചയപ്പെട്ടോളാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീടും പരിസരമൊക്കെ ഇഷ്ടായോ? ആ, ഇഷ്ടമായിരുന്നു. ഞാൻ ആ കുട്ടിയോട് ഇന്നത്തെ പത്രമൊന്നും ചോദിക്കായിരുന്നു. ഓ, അതിനെന്താ? അഹല്യ ആദ്യത്തനെയും പത്രികാം സ്വീകൃത്യാൻ തദാതു. ഇയാളുടെ നാടെവിടെയാ? തറവാടൊക്കെ കണ്ണൂരാണ്. പഠിച്ചു വളർന്നൊക്കെ ബാംഗ്ലൂർ. ആ ഫാമിലിയൊക്കെയോ? അച്ഛനും അമ്മയൊക്കെ ചെറുപ്പത്തിലേ മരിച്ചു. ഓ, ഇപ്പോ നാട്ടിലെങ്ങനെ പറയത്തൊക്കെ ബന്ധുക്കളാരും ഇല്ല. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടില്ല. പറ്റിയൊരാളെ കണ്ടുപിടിക്കണം. ഇയാൾ എവിടെ ജോലി ചെയ്യുന്നേ? ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു? അത് ഞാൻ ജോലി റിസൈൻ. ഗുഡ് മോർണിംഗ് ചിത്തി. ഗുഡ് മോർണിംഗ്. ആ, രണ്ടുപേരും ഉണ്ടല്ലോ രാവിലെ തന്നെ. പിരിവിന് ഇറങ്ങിയതാണോ? ഛേ, ഞങ്ങൾക്ക് ചിത്തിയുടെ കയ്യിൽ നിന്ന് ഒരു സ്പെഷ്യൽ കോഫി കുടിക്കണം, പിന്നെ മ്യൂസിക് ഡയറക്ടറെ കാണണം, കമ്മീഷൻ വാങ്ങണം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. എന്നോട് തന്നെ വേണോ ഈ സോപ്പ്? ഒരിക്കലും കുളിക്കാത്ത എവന്റെ എവിടെ നിന്ന് ചിത്തിയ സോപ്പ്? പിന്നെ ചിത്തി ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുടെ ചമ്മന്തിയുടെ ഒക്കെ ടേസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് അവൻ പറഞ്ഞു വെള്ളം ഇറക്കാറുണ്ട്. ആണോ? ഇതങ്ങ് തുടച്ചു കളാം. ഇനിയിപ്പോ ആ വെള്ളം ഇറക്കി വെക്കുന്നതായിരിക്കും നല്ലത്. ഇന്ന് ഇവിടെ എല്ലാവർക്കും വ്രതവാ. വെറുതെ പൊക്കി അടിച്ച വേസ്റ്റ് ആയി. അല്ല, നിങ്ങളീ പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ആരാ? ബെസ്റ്റ്. ചിത്തിയുടെ മുമ്പിൽ നിൽക്കല്ലേ, ഇതാരെന്നാ വിചാരം? ഭാവിയിലെ ഇളയരാജയാണ്. നീ ആവശ്യമില്ല ആ പുള്ളിയുടെ പേരൊന്നും പറയല്ലോ. അവസാനം ആ പുള്ളി അതിന് റോയൽറ്റി ചോദിക്കും. കിണിച്ചുട്ടാലും താൻ മ്യൂസിക് കമ്പോസർ ആണോ? സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആദ്യ സിനിമയുടെ കമ്പോസിംഗ് നടക്കാണ്. അതിന് പറ്റിയൊരു സ്ഥലം നോക്കി നടക്കുമ്പോഴാണ് ഇവരെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പാട്ടൊക്കെ സെറ്റ് ആവുമ്പോ ഞങ്ങളെ കേൾപ്പിച്ചു. പിന്നെന്താ, എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? സാർ എങ്ങനെയുണ്ട് വീടും സൗകര്യങ്ങളൊക്കെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. ഉറപ്പായിട്ടും പറയാം സാർ. ആ, നിങ്ങളോട് നിൽക്ക്, ഞാൻ ക്യാഷ് എടുത്തിട്ട്. ശരി, ഓക്കെ. എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ, കുറച്ച് പണിയുണ്ട്. ശരിടാ, ഓക്കെ, ആയിക്കോട്ടെ. അളിയാ, പുള്ളിക്ക് ഏത് പമ്പ് ഹൗസിലാണ് ജോലി? എടാ, പമ്പ് ഹൗസ് അല്ല, കമ്പോസിംഗ്. പാട്ട് കമ്പോസ് ചെയ്യൂലേ? അങ്ങനെ അണ്ണാ, അണ്ണൻ എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തെ? കല്യാണമാ? അത് ശരിയാവില്ല. നമുക്കിങ്ങനെ പറഞ്ഞു നടക്കണം ലോകം മുഴുവൻ. കല്യാണം കഴിച്ച കാലില് ചങ്ങലയിട്ട പോലെയാ. അപ്പോ കുറച്ച് കഴിഞ്ഞാ അണ്ണനും ഇവിടുന്ന് പോവുമല്ലേ? അണ്ണനും കൂടി പോയി കഴിഞ്ഞാ എനിക്ക് സംസാരിക്കാൻ പോലും ആരും ഇല്ലാണ്ടാവും ഇവിടെ. എന്താ? ഞാനിവിടെ ഒറ്റയ്ക്കാവൂന്ന്. കുഞ്ഞിനോടല്ല. ആരാ? ആ, ഇതോ, ഇതിവിടെ പുതുതായി വാടകയ്ക്ക് വന്നതാ. ഗൗതം സാറ് പറഞ്ഞായിരുന്നു, സിനിമാ പാട്ടുകാരൻ. അതെ, അതെ. പാട്ടെന്നൊക്കെ പറഞ്ഞ പഴയ ബാവുക്കേര പാട്ട് കേക്കാ എന്താ രസം. അല്ല, അപ്പൊ ഇപ്പോഴത്തെ പാട്ടെന്താ പാട്ടല്ലേ? അയ്യോ കുഞ്ഞെ, അങ്ങനെയല്ല. ഇപ്പോഴത്തെ പാട്ട് കേട്ടാ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാ. എല്ലാം ഒന്നുപോലെ ഇരിക്കും. അത് ശരിയാ. ഇപ്പൊ ശുദ്ധ സംഗീതം അറിയുന്ന ആരാ ഉള്ളത്? എല്ലാം കള്ളന്മാരാ. കോപ്പി അടിക്കാൻ മാത്രം അറിയാം. അതെ, എല്ലാരും ഒരേ ടൈപ്പ് അല്ല. പിന്നെ ഈ ശുദ്ധ സംഗീതം എന്നൊക്കെ പറയാൻ സംഗീതത്തിനെ പറ്റി എന്തറിഞ്ഞിട്ടാ? ചുമ്മാ ഡയലോഗ് അടിക്കല്ലേ? പോട്ടെ മോനെ, വിട്ടുകളാ. അണ്ണാ, എന്നാ ഞാൻ അങ്ങോട്ട് പോവാ. അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. അങ്ങനെ അവനവന് പറഞ്ഞിട്ടുള്ള പണി വല്ലതും പോയി ചെയ്യും. മോളെ, കഞ്ഞിക്ക് കാലാങ്കി വിളിക്കണേ, വല്ലാത്ത പരവേശം. ആ ആ അതെങ്കിലും തേഞ്ഞെടുത്തേ. തകതജനുധീം തതജനുധീം തനധീരനാ തകതജനുധീം തതജനുധീം തനധീരനാ ധീരനാ ധീരനാ തകതജനുധീം തതജനുധീം തനധീരനാ ധീരനാ ധീരനാ തകതജനുധീം തതജനുധീം തനധീരനാ ധീരനാ ധീരനാ തകതജനുധീം തതജനുധീം തനധീരനാ. പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? ഹലോ സിദ്ധി, ഇതെന്താ നമ്മളെ കണ്ടിട്ടൊരു മൈൻഡില്ലാതെ പോണ്? ഇന്ദ്രനോ?
ഞാനിങ്ങനെ എന്തോ ആലോചിച്ച് നടക്കുമായിരുന്നു. ഇയാളെന്താ ഇവിടെ? ഭക്ഷണം വാങ്ങി വന്ന്. ഓ, പുറത്തുനിന്നാണോ ഭക്ഷണം? അതെ, വേറെ നിവർത്തിയില്ല. അല്ല, ഔട്ട് ഹൗസില് കിച്ചൺ ഉണ്ടല്ലോ, അപ്പൊ അവിടെ കുക്ക് ചെയ്തൂടെ? മ്യൂസിക് കമ്പോസിങ്ങിന് ഇരുന്ന പിന്നെ ഈ കുക്കിംഗ് ഒന്നും നടക്കില്ലല്ലോ. അല്ല, ചിത്തി എവിടെ പോയിട്ടാ? എനിക്ക് സഹകരണ സംഘത്തിൽ ചെറിയൊരു ജോലിയുണ്ട്, ചുമ്മാ വീട്ടിലിരുന്ന് ബോറടിക്കണ്ടെന്ന് വെച്ചു. അല്ല, അപ്പൊ ഈ മോള് ജോലിക്കൊന്നും പോകുന്നില്ലേ? മോളോ? ആരുടെ മോള്? ആരുടെ മോളോ? സ്വന്തം മോള് തന്നെ. അല്ല, അത് ശരി. ഞങ്ങള് ചേട്ടത്തി അനിയത്തി മക്കളാ. ഞാൻ അവളുടെ ചേച്ചിയായിട്ട് വരും. അല്ലേലും ചിത്തിയെ കണ്ട അഹല്യയുടെ അമ്മയാണെന്നൊന്നും പറയില്ല. ആ കുട്ടി പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? നന്നായി പാടുന്നുണ്ട്, ഞാൻ കേട്ടിരുന്നു. അഹല്യ പാടുന്നത് ഇയാള് കേട്ടെന്നോ? ചാൻസേ ഇല്ല. അതെന്താ ആ കുട്ടി പാടുന്ന ഇതുവരെ നിങ്ങളാരും കേട്ടിട്ടില്ലേ? അങ്ങനെയല്ല, അഹല്യ പാടുന്ന അവളുടെ ഭർത്താവിന് ഇഷ്ടമല്ല. കല്യാണം കഴിഞ്ഞ ഒരു മൂളിപ്പാട്ട് പോലും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞാണോ? അതെ. എന്താ, കല്യാണം കഴിക്കാൻ വല്ല പ്ലാൻ ഉണ്ടായിരുന്നോ? പ്ലാൻ ഉണ്ടെങ്കിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ആരെ ഈ സംഗീത വിരോധിയായ ഭർത്താവ്? സത്യം പറ, ഇയാളുടെ തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല, എന്തേ? തല തണുപ്പിക്കണോന്നറിയാനാ. അതിന് നെല്ലിക്കതളല്ലേ ബെസ്റ്റ്. അപ്പൊ അതൊക്കെ അറിയാല്ലേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നില്ലല്ലോ. അവളുടെ ഭർത്താവ് ആരാന്നല്ലേ? ആ, തന്റെ ഹൗസ് ഓണർ തന്നെ. ഇതെന്ത് ഹിച്ച്കോക്ക് സിനിമയോ? കംപ്ലീറ്റ് ട്വിസ്റ്റ് ആണല്ലോ. ദാ. അഹല്യായ വിഷയെ കിം നിർണയാഹ? അല്ല, മ്യൂസിക് കോളേജിൽ നിന്ന് വിളിച്ചിരുന്നു. അവരെ നമ്മുടെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കാത്രേ. അതൊക്കെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ. അവർക്കെന്തിനാ ഇവിടെ തന്നെ ടീച്ചറായി വേണമെന്നൊരു നിർബന്ധം? അവൾക്ക് താല്പര്യമുണ്ട്. പഠിച്ച സംഗീതം 4 പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ? പിന്നെ അവൾക്കൊരു ചേഞ്ചും ആകും. ഇവൾക്കെന്തിനാ ഇപ്പൊ ഒരു ചേഞ്ച്? ഇയാള് പോവാണല്ലേ? പോയില്ലേ പറ്റൂ. അപ്പൊ നമ്മളിനി കാണില്ല? ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, എൻ്റെ കൂടെ വന്നൂടെ? വരണം തന്നെയാണ്, പക്ഷെ കഴിയില്ല. ഇയാളെ കണ്ടതും ഇഷ്ടപ്പെട്ടതും അടുത്തതും അടക്കം ദാ ഇപ്പൊ ഈ ചെയ്യണതൊക്കെ ഒരു തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നെക്കാൾ കൂടുതൽ ഈ തെറ്റിനെയാണ് ഞാനിന്ന് ഇഷ്ടപ്പെടുന്നത്. ഈ തെറ്റിന്റെ ഓർമ്മ മാത്രം മതി എനിക്കിനി ജീവിക്കാൻ. വലിയ ആളായി കഴിയുമ്പോൾ എനിക്കിവിടെയൊക്കെ പറയാലോ എൻ്റെ ഫ്രണ്ടാന്ന്.